യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ 18-ാം വചനം വായിക്കാം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാലും അത് പൂർണ്ണതയിലേക്ക് എത്താൻ യാതൊരു സാധ്യതയുമില്ല. അതിനാൽ ഏതൊരു മനുഷ്യ സമൂഹത്തിലും തെറ്റിദ്ധാരണകൾ സ്വാഭാവികമാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോഴും പഴയ മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെതുമായ സ്വഭാവങ്ങൾ നമ്മളിൽ എപ്പോഴും ഉണ്ടാകാം. ഇത് ഒറ്റപ്പെടലിൻ്റെയും അപമാനത്തിൻ്റെതുമായ സാഹചര്യങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടാനും കാരണമായി തീരാം. എത്ര ആത്മീയതയിൽ വളർന്നാലും വേദന എപ്പോഴും വേദന തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന മനസ്സിൻ്റെ വേദനകൾ. എന്നാൽ ഈ വേദനകളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ഭാവിയെ നിർണയിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു മനുഷ്യരോ അഥവാ സാത്താൻ തന്നെയോ ആണ് നമ്മുടെ വേദനകൾക്ക് പിന്നിലെങ്കിലും നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ ദൈവികമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പരിപൂർണതയിലേക്ക് അല്ലെങ്കിൽ പൂർത്തീകരണത്തിനാണ് നമ്മൾ ഓരോരുത്തരും തന്നെ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിളി അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെയും അംഗീകാരം, സ്നേഹവും പ്രശംസയും നേടാനല്ല, പ്രത്യേക ദൈവ തിരുമനസ് നിറവേറ്റാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ നീ സഹനത്തിലൂടെ കടന്നു പോവുക എന്നതാണ് ദൈവ തിരുമനസ്സെങ്കിൽ പരാതിയും പിറുപിറുപ്പിലും ഇല്ലാതെ അതിനെ കീഴ്വഴങ്ങെടുത്താണ് നിൻ്റെ വിജയം അല്ലെങ്കിൽ എൻ്റെ വിജയം. കഴിഞ്ഞ തലമുറകളിൽ ജീവിച്ചിരുന്ന എത്രയോ വിശുദ്ധർ അവരുടെ ജീവിതകാലത്ത് സമൂഹത്തിൽ നിന്ന് അവഗണനയും അപമാനവും സഹിച്ചവരായിരുന്നു. യഥാർത്ഥത്തിൽ ആ സഹനങ്ങൾ അവരെ കൂടുതൽ വിശദീകരിക്കുകയും മൗത്തികരണത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നാം എല്ലാ തരത്തിലുള്ള വിസ്തീർണ പ്രക്രിയയോടും സഹകരിക്കേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനത്തെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഒരു യഥാർത്ഥമായ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ വിശ്വസിക്കുന്ന ഒരു ആത്മാവിന് വേദന തരുന്ന വ്യക്തിയെയും സാഹചര്യങ്ങളെയും വെറുക്കാൻ കഴിയാൻ സാധിക്കില്ല. അത് അനീതിയോടുള്ള നിസ്സംഗതയല്ല, മറിച്ച് അനീതിക്ക് മുകളിൽ നിന്നുള്ള പോരാട്ടമാണ്. സഭയിലും സമൂഹത്തിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ പോലെ തന്നെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരും സഹിക്കുന്നവരും അത്യാവശ്യമാണ്. ആ സഹനം ചിലപ്പോൾ ശാരീരിക വേദനകളായിരിക്കാം, മനസ്സിൻ്റെ നൊമ്പരങ്ങളായിരിക്കാം. സഹനത്തിലൂടെ സഭയിലേക്ക്, സമൂഹത്തിലേക്ക് അനുഗ്രഹങ്ങളും ആത്മീയ ശക്തിയും പകരാനുള്ള ദൈവവിളിയെ കണ്ടെത്തുമ്പോൾ നമ്മൾ നിരാശരാവേണ്ട കാര്യമില്ല. ക്രിസ്തുവിന് തൻ്റെ സഭയാകുന്ന ശരീരത്തെ പ്രതി സഹിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കുറവ് നികത്തുവാൻ പൗലോസ്ലീഹയെ പോലെ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. അനേക വർഷങ്ങളായി കിടപ്പ് രോഗികളായി വേദനയിൽ ജീവിക്കുന്ന നിരവധി സിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ വൈദികരെ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരെ ഇവരൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. കർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്ന വിശുദ്ധിയുടെ ഉന്നത തലങ്ങളിൽ വ്യാപരിക്കാൻ കഴിഞ്ഞിട്ടുള്ള അവരുടെ സഹനങ്ങൾ സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള ബലിയാണെന്നുള്ള ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. എന്നാൽ ശാരീരിക വേദനയേക്കാൾ 10 മടങ്ങ് ഭീകരമാണ് മനോവേദന. ശാരീരിക വേദന നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും, എന്നാൽ മനോവേദന മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അത് മറ്റൊരു വേദനയ്ക്കും കാരണമായി തീരും. എൻ്റെ നൊമ്പരം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വേദനയ്ക്ക് ഈ ആന്തരികമായ ക്രൂശാരോഹണം ഭീകരമാണെങ്കിലും രക്ഷാദായകമാണ്. ശൂന്യതയും നിസ്സഹായതയും
സങ്കടവും ഏകാന്തതയും നമ്മുടെ മനസ്സിനെ തകർക്കുന്ന ഈ നിമിഷങ്ങളിൽ നാം ക്രിസ്തുവിനോടൊപ്പം കാലുവിരലാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ ഏറ്റവും മൂല്യമുള്ളതായി മാറുന്ന നിമിഷങ്ങളാണിത്. അതിനാൽ സഭാ സമൂഹങ്ങളിൽ ഇത്തരം വിഷമങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവരുമായി നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്താൻ നമ്മൾ പോകരുത്. ഓരോ സമൂഹത്തിലോ പ്രവർത്തന മേഖലയിലോ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ പോലും ഓരോ വ്യക്തിയുടെയും ആത്മീയ ദൗത്യം വ്യത്യസ്തമായിരിക്കും. കാരണം വ്യത്യസ്തമായ വിളികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ദൈവപരിപാലനയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിൻ്റെ മുന്നിൽ നാം പരാജിതരും പര്യക്തരുമായിരിക്കുമ്പോൾ പോലും ദൈവത്തിന് മുമ്പിൽ നാം വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഈ വേദനകൾ മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. അത് മനസ്സിലാക്കിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഈ ലോകത്തിനും അപ്പുറത്തുമുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തുന്നില്ലെങ്കിൽ കഷ്ടതകൾക്ക് അർത്ഥമില്ലാതാകും. അത് നമ്മെ തളർത്തുകയും തകർക്കുകയും ചെയ്യും. ആദിമ ക്രൈസ്തവ സമൂഹങ്ങളിൽ വലിയ പീഡനങ്ങളുടെ മധ്യത്തിലും പിടിച്ചു നിൽക്കാൻ ശക്തി നൽകിയത് ക്രിസ്തുവിനോടൊപ്പമുള്ള അനശ്വരമായ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. അത് പ്രത്യാശയായിരുന്നു. ആ ബോധ്യം തന്നെയായിരുന്നു അവരുടെ പ്രത്യാശ. ഈ ലോകം നമുക്ക് വേദനകൾ മാത്രം നൽകുമ്പോൾ അതിലൂടെ ദൈവം നമ്മളോട് പറയുന്ന ഇതാണ്: നാം ഈ ലോകത്തിലുള്ളവരല്ല, മറിച്ച് ഈ ലോകത്തിനും അപ്പുറത്തൊക്കെ നിത്യഭാവത്തിലേക്ക് നിന്റെ മനസ്സുയർത്തുക. നമ്മുടെ ജീവിതം നശ്വരമായ ജീവിതത്തിന് വിളിക്കപ്പെട്ടവരല്ല, നമുക്ക് അനശ്വരമായ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള വിളി കിട്ടിയുള്ളവരാണ്. അതാണ് നമ്മുടെ ക്രിസ്തീയ പഠനം, അല്ലെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റോമക്കാരുടെ ലേഖനത്തിലെ 8-18 നമ്മൾ വായിച്ചു കേട്ടത്: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ്ലീഹ അവരോട് പറഞ്ഞതാണ്: മക്കളെ, ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. കാരണം വരാനിരിക്കുന്ന, നമുക്ക് വെളിപ്പെടുത്താനിരിക്കുന്ന, കിട്ടാൻ പോകുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നിന്റെ ഈ കഷ്ടതകളെല്ലാം തന്നെ എത്രയോ നിസ്സാരമാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മുടെ ജീവിതങ്ങളും ഈ സഹനങ്ങളും എല്ലാം മഹത്വത്തിലേക്കുള്ള വിളി തന്നെയാണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവ്, ആ ജ്ഞാനം ലഭിക്കാൻ നമുക്ക് ഓരോരുത്തരെയും ദൈവത്തിന് വിട്ടുകൊടുക്കാം. കർത്താവേ, ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. ഞങ്ങൾ നാളെ വെളിപ്പെടാനിരിക്കുന്ന ഞങ്ങളുടെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണ് ഞങ്ങൾ മനസ്സിലാക്കി തന്നാലും ദൈവമേ, അതിനായിട്ട് ഞങ്ങളെ ക്രമീകരിക്കണമേ. കർത്താവേ, നിന്റെ ആത്മീയ ജ്ഞാനം ഞങ്ങളെ ഓരോരുത്തർക്കും നൽകി കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളിൽ കൂടെ ദൈവത്തിരുമനസ്സ് കണ്ടെത്താനും അതിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ.